ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. മൺഡേ എനർജി പായൽ നമ്പർ 1. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള അഡ്വൈസ് വന്നിട്ട്, നിങ്ങളുടെ അടുത്തോട്ട് ഇന്നത്തെ ദിവസം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചൊരു ധൈര്യം, കുറച്ചുകൂടെ കറേജിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ടാലൻ്റ് ആണോ ഉള്ളത്, ഗിഫ്റ്റാണോ ഉള്ളത്, അത് ബിലീവ് ചെയ്തിട്ട്, അത് ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ കർമ്മ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് എന്താകും, ആരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യും, അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട്, ആഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. അവിടെ നിങ്ങൾ ലിമിറ്റേഷൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങളായിരിക്കാം, ടെൻഷൻസ് ആയിരിക്കാം, അത് മറികടക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവസരവും ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഫിസിക്കൽ ഹെൽത്ത് ആയിരിക്കാം, ഹെഡേക്ക് ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ അല്ലെങ്കിൽ റുട്ടീനിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം. അവിടെയും കുറച്ച് പേർക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഐഡിയ, ഒരു ന്യൂ ഡയറക്ഷൻ നിങ്ങളുടെ മുന്നിലോട്ട് ഓപ്പൺ അപ്പ് ആകുന്നുണ്ടാകാം. അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ കുറച്ചുകൂടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒത്തിരി ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട്, ഒത്തിരി ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം വന്നിട്ട് ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയിലിരിക്കാനായിട്ട്, യൂണിവേഴ്സിനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നതായിട്ട്, നിങ്ങളോട് ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയിൽ മറ്റുള്ളവർ പെരുമാറുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ഡെവിലാണ്, അതുപോലെ തന്നെ 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത്, എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ പ്രോഗ്രസ് ബ്ലോക്ക് ആക്കുന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കുറച്ചൊരു അറ്റൻഷൻ, ഫോക്കസും ആവശ്യമായിട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. ഫൈനൽ ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ഡു എനിത്തിങ്. എഗെയിൻ ആ ഒരു കോൺഫിഡൻസിൻ്റെ, കറേജിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കഴിവുകളായിരിക്കാം, പൊട്ടൻഷ്യലായിരിക്കാം, അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ, ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഊർജം വരുന്നതാണ്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സും നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കിൽ വന്നിട്ട് ടേക്ക് ദ റിസ്ക് ആണ്. എഗെയിൻ ആ ഒരു അഡ്വെഞ്ചർ, ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ സ്മൂത്ത് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മൺഡേ ഗൈഡൻസ് എന്താണെന്ന്.
താങ്ക് യു. മൺഡേ എനർജി. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി ഇമോഷണൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്, ക്രിയേറ്റീവായിട്ടുള്ള ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ചൊരു പ്രോഗ്രസ് എന്തെങ്കിലുമൊക്കെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി, ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ഫോക്കസിൽ വരുന്നുണ്ടാകാം. അവിടെ എങ്ങനെ പീസ് കൊണ്ടുവരാം, സമാധാനം കൊണ്ടുവരാം, എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യാം, അതിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. ഇവിടെ 7 ഓഫ് സോഡ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടെമ്പററി സിറ്റുവേഷൻ, താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്, പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവുമാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് ഇവിടെ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് ഓൾറെഡി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ്, എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ടെമ്പററി സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, എന്തെങ്കിലും ചതി, ജലസിയുടെ എനർജി, ഗോസിപ്പിൻ്റെ എനർജി അത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തരണം ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടാകാം. ഇന്നത്തെ മെയിൻ ഒരു ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്, ഗ്രഹിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല, ആ ഒരു ഇല്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈഗോ നിങ്ങളെ തെറ്റായിട്ടുള്ള ദിശയിലോട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ദിവസം സ്ട്രോങ് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. നോ പറയേണ്ടടുത്ത് നിങ്ങൾ ശക്തമായിട്ട് നോ പറയാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റി കുറച്ചും കൂടെ കൂട്ടാനായിട്ടും പറയുന്നുണ്ട്. അതായത് വേറൊരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ഫോക്കസ് അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് ആ ഒരു വ്യക്തി പറയാനായിട്ട് ശ്രമിക്കുന്നത്, കണ്ടന്റ് എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. കുറച്ച് പേർക്ക് അഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ചും കൂടെ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് 8 ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. അഗെയിൻ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ തന്നെ സ്റ്റക്കായി പോകാതിരിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എഗെയിൻ ഇത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അവിടെ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 10 ഓഫ് കപ്സിൽ വന്നിട്ടും കുറച്ചും കൂടെ ഹാപ്പിനെസ്, സന്തോഷം, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇവിടെ ലാക്ക് മൈൻഡ് സെറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫൈനൽ ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ഫൈനൽ ഗൈഡൻസ്. There is no learning without mistakes. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്സ്, തെറ്റുകൾ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അത് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന എറേഴ്സ്, സെറ്റ് ബാക്സ്, അതെല്ലാം വളരെ ക്രൂഷ്യലാണ് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ പഠിക്കുന്നതാണ്, നോളേജ് നമ്മൾ നേടാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ചും കൂടെ ബെറ്ററായിട്ട് മാറ്റാനായിട്ട്, ബെറ്ററായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് നൽകുന്നതായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ പുരോഗതി, ഗ്രോത്ത് കൊണ്ടുതരുന്ന രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട്, മാറ്റാനായിട്ട് ശ്രമിക്കുക.
അതായത് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നതിന് പകരമായിട്ട് ഫസ്റ്റ് നമ്മളുടെ ഉള്ളിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അത് പിന്നീട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീനിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്പാഷൻ, സ്നേഹം, ആ ഒരു എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.